ഹായ് ഗൈസ്, കുട്ടിപ്പറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പാലക്കാട് പ്രാരി PGN സൗഹൃദ കൂട്ടായ്മ നടത്തിയ ഏരിയ അൺലിമിറ്റഡ് ടൂർണമെൻറ്റിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറമണി വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. എന്ന പേരിൽ നമ്മുടെ ആഴ്ചപ്പന്തയം പിരിച്ചുവിടാനുള്ള സമ്മാനദാന ചടങ്ങിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. വിശിഷ്ട വ്യക്തികളായ ശേഖരേട്ടൻ, നൗഷാദ് ക, ഇബ്രാഹിം പഴുങ്കര എല്ലാവരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായി നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് ശേഖരേട്ടനെ വിളിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കുറേ വർഷമായി പ്രാരിയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രാരി സൗഹൃദ കൂട്ടായ്മ ഈ ടൂർണമെൻറ്റ് മറ്റുള്ള ടൂർണമെൻറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി വളരെ ചിട്ടയോടെ നല്ല രൂപത്തിൽ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതേ നേരത്ത് നമ്മൾ ഓരോ വർഷവും നമ്മൾ പറപ്പിക്കുന്ന സമയങ്ങളിലും മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മുടെ വിക്കി ഒരു ടൈം എടുത്തു. അവസാന നിമിഷം വരെ ഇനി ഗോൾ ആരും അടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സദാം മുട്ടുകൊടുത്തില്ല. ഒരു മിനിറ്റിന് ഞാൻ അവൻ്റെ അടിച്ചിട്ടേ ഇരിക്കുള്ളൂ എന്നുള്ള വാശി, ആ വാശിയാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടത്. ഇപ്പോൾ പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തുമാകാം. പ്രാവ് എന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് നമ്മളെല്ലാം ഇത് നോക്കിയാൽ ഇവിടെ ഉള്ളതിൽ പല രാഷ്ട്രീയക്കാരനുണ്ടാവും, പല മതസ്ഥരുണ്ടാവും. എന്നാൽ പ്രാവ് എന്നുള്ള ഒരു ഇതിലായിട്ട് വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരമ്മയുടെ മക്കളാണ്. ഈ ടൂർണമെൻറ്റ് ഈ 10 മത്സരങ്ങളിലും കറക്റ്റായിട്ട് പ്രാവ് വിട്ട ആൾക്കാർ, ഇന്ന് പ്രൈസ് ഇല്ലാത്ത വ്യക്തികൾ ഇവിടെ ഉണ്ടാവും. അതിൽ എത്ര ആളുണ്ടാവും? പ്രൈസ് കിട്ടാത്ത ആൾ സെക്കൻഡോ തേർഡോ ഉണ്ടാവും. അതുപോലെ തന്നെ അവർ ഇതൊരു വാശിയായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് അടുത്ത തവണ ഈ പറപ്പിച്ച സദാമിനേക്കാളും 1 മിനിറ്റ് കൂടുതൽ പറപ്പിക്കാനുള്ള ആ ഒരു വാശി അത് നമുക്കുള്ളിൽ ഉണ്ടായാൽ മാത്രമാണ് നമുക്കിതിൽ നിന്നും വിജയിക്കാനും പറ്റുള്ളൂ. ഇനിയും പുറത്ത് ഉള്ള ഒരുപാട് ആൾക്കാർ ഇതിൽ ചേർന്നിട്ടില്ല. അവരും കൂടി ചേർന്ന സ്റ്റേജ് എന്തായി? അപ്പോൾ പ്രാവിനെ ടൂർണമെൻറ്റിലേക്ക് വിടണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർ ഏറ്റവും ചുരുങ്ങിയത് 250 ഉള്ളിൽ നിൽക്കുന്നുണ്ട്, ഒരു 100-150 പുറത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നിലവിലിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ കോഴിക്കോട്ടുകാർ, കോയമ്പത്തൂരുകാർ, മറ്റുള്ള ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ ടൂർണമെൻറ്റുകൾ നടത്താൻ വരുന്നുണ്ട്. അവരുടെ എണ്ണം ഇപ്പോൾ കമ്മിയായി കൊണ്ടുവരികയാണ്. കാരണം നമ്മളുടെ ടൂർണമെൻറ്റുകൾ, പാലക്കാടിലുള്ള ടൂർണമെൻറ്റുകളിൽ തന്നെ നമുക്ക് ചേർന്നിട്ട് നമ്മളേതായിട്ടുള്ള സ്വദേശം, നമുക്കായിട്ടുള്ളത് നമുക്ക് വികസിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ വികസിച്ചാൽ മാത്രമാണ് നമ്മളുടെ ഇതിൽ ഇപ്പോൾ നോക്കിക്കോളൂ. പാലക്കാട് ഇപ്പോൾ 25 മണിക്കൂറും ചില്ലറയും പറന്നു. ആ 25 മണിക്കൂർ പറന്നപ്പോൾ അയ്യോ ആ റെക്കോർഡ് ഒരുത്തനെ കൊണ്ട് തൊടാനേ പറ്റില്ല എന്നുള്ളതായിരുന്നു. അതിന് അടുത്ത വർഷം നമ്മളുടെ പൈസലിൻ്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ റെക്കപ്പെട്ട ബ്രദേഴ്സ് അവർ 3 പേരും ചേർന്നിട്ട് നടത്തിയിട്ടുള്ള ആ ഒരു ടൂർണമെൻറ്റിൽ അതിനവർ മറികടന്നു. അതിനുശേഷം പിന്നെ ആ സമയം ഓവർടേക്ക് ചെയ്താലേ ഞാൻ പ്രാവ് പറപ്പിക്കുള്ളൂ എന്നുള്ള ആ ഒരു സ്റ്റേജിൽ മൂപ്പര് വന്നപ്പോൾ, എന്നാൽ ഇതിൻ്റെ രണ്ടിലൊന്ന് നോക്കിക്കളയാം എന്നുള്ളത് ഇന്ന് നോക്കിക്കോളും. പാലക്കാട്ടിൻ്റെ ഉള്ളിൽ മറ്റുള്ള പ്രാവ് കൂടുകളിൽ വെച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രാവുകളെ പറപ്പിക്കുന്നതും ട്രയൽ ചെയ്യിപ്പിക്കുന്നതും ഉള്ള ഒരാളാണ് ഇബ്രാഹിം. ഇബ്രാഹിമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അപ്പോൾ ഒക്കെ പ്രൈസ് ഉണ്ട്. ഞാൻ പന്തയത്തിലേക്ക് വരുന്നതിൻ്റെ മുന്നിൽ തന്നെ മൂപ്പര് പ്രൈസിൻ്റെ അടിമയാണ്.
മൂപ്പര് എങ്ങനെ വിട്ടാൽ ഏതെങ്കിലും ഒരു ടൂർണമെൻറ്റിൽ, അന്നൊക്കെ പാലക്കാട്ടിൽ കല്യാൺ ടൂർണമെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ ടൂർണമെൻറ്റിൽ തന്നെ ഫസ്റ്റ് 7-12 എന്താ അടിച്ചിട്ട് ഫസ്റ്റ് തട്ടിക്കൊണ്ടുപോയ വ്യക്തിയാണ്. അന്ന് മുതൽ മൂപ്പര് ആ ടൂർണമെൻറ്റിൽ കമ്പൻസറി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം ഡിസ്ട്രിക്ട് ടൂർണമെൻറ്റ് രൂപീകരിച്ചു. അതിനുശേഷം പാലക്കാട്ടിൽ പല ടൂർണമെൻറ്റുകളും വന്നു. എല്ലാ ടൂർണമെൻറ്റുകളിലും മൂപ്പര് കയറി വന്നു. ഇത് 3 മാസത്തോളം വീട്ടുകാരനെ ഒരു സൈഡ് മാറ്റി നിർത്തിക്കൊണ്ട് പ്രാവ് എന്നുള്ളത് പകലും രാത്രിയും വിടാതെ ഈ പ്രാവ് പോകുന്ന വഴി വരുന്ന വഴി ഇതെല്ലാം നോക്കി 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 ഇരുന്നിട്ട് പറപ്പിച്ചതിൻ്റെ ആ ഒരു പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ തവണ മൂപ്പർക്ക് ഈ ഒരു സമയം കാഴ്ചവെക്കാൻ പറ്റുന്നത്. പക്ഷേ ഇത് പറയാനും ഞമ്മക്ക് പുറമേ പോയിട്ട് നെഞ്ഞു വിരിത്ത് നിൽക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ പേഴുങ്കരയിലാണ് ആ ടൈം അടിച്ചത് എങ്കിലും നമുക്ക് എവിടെ പോയാലും നമുക്ക് പറയാം, ഇതാ ഞങ്ങളുടെ അവിടെയാണ് പാലക്കാട്, ഞങ്ങളുടെ ടൈം ആവാത്തേക്കാൻ ആർക്കുമില്ല എന്നുള്ളത് പറയാനുള്ള ആ ഒരു സാഹചര്യം നമുക്കിവിടെ ഉണ്ടാക്കി തന്നിട്ടുള്ള അദ്ദേഹത്തെ ഗസ്റ്റായിട്ട് ഇവിടെ ക്ഷണിച്ച ഈ കമ്മിറ്റിക്കും എൻ്റെ സ്വന്തം പേരിലും ബ്രദേഴ്സ് കമ്മിറ്റിയുടെ പേരിലും നിങ്ങളുടെ ഈ ടൂർണമെൻറ്റ് കമ്മിറ്റിയുടെ പേരിലും ആദ്യമായി ഞാൻ സ്വാഗതം പറയുകയാണ്. പിന്നെ ഈ ടൂർണമെൻറ്റ് നല്ല രൂപത്തിൽ നടക്കാൻ വേണ്ടി ഇതിന് കുറേ ആൾക്കാർ ഇതിനോട് ഒപ്പം സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ റെഡ്ബി 12 മണിക്കൂർ ആ പറഞ്ഞ ആൾക്കാർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാൻ, അതുപോലെ തന്നെ ഫസ്റ്റും സെക്കൻഡും HS ബ്രദേഴ്സ് ട്രോഫി സമ്മാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിഷ്ണു ടോപ്പ് ടൈമിലുള്ള ട്രോഫികൾ, അതുപോലെ തന്നെ ടോപ്പ് സെക്കൻഡ് കളേഴ്സിൻ്റെ നമ്മുടെ കുഞ്ഞൻ ഗപ്പീസിൻ്റെ അഭിനയഭാഗ ഉള്ളത് തന്നിട്ടുണ്ട്. പിന്നെ ഫസ്റ്റും സെക്കൻഡും റോയൽ മൊബൈൽ. അപ്പം നമുക്ക് ഈ ഒരു ആഴ്ച പന്തയത്തിൽ തന്നെ ഇത്രയും ആൾക്കാരും ഇവിടെ ഇതിനോട് നല്ല ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനുള്ള ആ ഒരു നല്ല മനസ്സ്, ആ മനസ്സാണ് വേണ്ടത്. നമ്മൾ ഈ പ്രാവിൻ്റെ ആൾക്കാർക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു സാധനം അതാണ്. നമ്മൾ പരസ്പരം ഒരു ടൂർണമെൻറ്റിൽ ഇപ്പോൾ മറ്റൊരാൾ ജയിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പ്രാവിനേക്കാൾ 1 മിനിറ്റ് കൂടുതൽ പറഞ്ഞ് നമ്മൾ മുന്നിൽ വരണം എന്നുള്ള ചിന്തയല്ലാതെ അവൻ്റെ പ്രാവ് എപ്പോഴാണ് മഴയത്ത് വീഴുക, അതിനെ എപ്പോഴാണ് പിടിച്ച് റക്ക വെട്ടിയിട്ട് കൂട്ടിലേക്കുക എന്നുള്ള ആ ഒരു മനസ്സിലുള്ള ആ ഒരു ചിന്ത മാറ്റി നല്ല രൂപത്തിൽ എണ്ണം കമ്മിയാക്കി, അതേപോലെ തന്നെ ടൂർണമെൻറ്റുകളിൽ 5-6 ടൂർണമെൻറ്റിലൊന്നും നിങ്ങൾ ചേരണ്ട, അവനവൻ്റെ സാമ്പത്തികത്തിനനുസരിച്ചിട്ട് ചേരാൻ പറ്റുന്ന മറ്റേ ടൂർണമെൻറ്റുകളിൽ ചേരുക. അവർ ഫിക്സർ തരുന്നതിൻ്റെ ഉള്ളിൽ തന്നെ അവർക്കൊക്കെ പൈസ കൊടുത്തിട്ട് അവരുടെ സഭ തിരിക്കാനുള്ള ആ ഒരു സന്മനസ്സുണ്ടാകുക. പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ തന്നെ പണിക്ക് പോകുന്നവർ, ആദ്യം നമ്മൾ പണി അവനവൻ്റെ കുടുംബത്തിലേക്ക് ഉള്ള അരി ആദ്യം എത്തിക്കാനുള്ള ഒരു സംവിധാനം കണ്ടതിന് ശേഷം മാത്രം ഈ പ്രാവിൻ്റെ പിന്നാലെ നടക്കുക. പ്രാവിനെ കൊണ്ട് ദോഷമില്ല, എന്നാൽ നേട്ടമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നേട്ടവുമില്ല. പ്രാവിനെ കൊണ്ടുള്ള എന്താ നമുക്കുള്ള നേട്ടം എന്താണ്? വൈകുന്നേരം 6 മണിക്ക് ഒരാൾ പണിക്ക് പോയിട്ട് വന്ന് കൂട് തുറന്ന് വിട്ടു, പ്രാവിനെ വിട്ടു. ഈ പ്രാവിനെ വിട്ട് കഴിഞ്ഞാൽ ഈ കൂട് അടയ്ക്കണം പറഞ്ഞാൽ 9:30 മണിയെങ്കിലാകും. ഇതിൻ്റെ ഇടയിൽ ഒരു മദ്യപിക്കാൻ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ചാൻസ് വളരെ കമ്മിയാണ്. വേറെ എന്തെങ്കിലും പോയിട്ട് എവിടെയെങ്കിലും ഒരു സിനിമയ്ക്കോ ഡ്രാമയ്ക്ക് പോയിട്ട് മനസ്സറിഞ്ഞിട്ട് ഒരു തല്ലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനും പറ്റില്ല. വീട്ടുകാർക്ക് എപ്പോഴും ധൈര്യത്തിൽ പറയാം, അതായത് എൻ്റെ മകൻ 6 മണി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഉത്തമ ബോധത്തോടുകൂടി വീട്ടുകാർക്ക് അത് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. ഇനി വെറുതെ നമ്മൾ പറഞ്ഞിട്ട് നിങ്ങളാരും മുഷിപ്പിക്കാൻ തയ്യാറല്ല. അപ്പോൾ ഇതിനോട് സഹകരിച്ച മുഴുവൻ ഈ നമ്മുടെ ഇതിനു വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുള്ള മുഴുവൻ അംഗങ്ങൾക്കും, അതുപോലെ തന്നെ ഈ കമ്മിറ്റിയിൽ എല്ലാം ഇവിടെ എത്തിയിട്ടുള്ള ഈ പരിപാടിക്ക് എത്തിയിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും വീണ്ടും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഇബ്രാഹിം എല്ലാ പ്രാവശ്യങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. സംസാരിക്കാൻ അറിയില്ല, സത്യാവസ്ഥ പറഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ്. ശേരേണ്ട സംസാരിക്കണ പോലെയൊന്നും നമ്മളെ കൂടെ സംസാരിക്കാൻ അറിയില്ല. എന്തായാലും പ്യാരി സൗഹൃദ കൂട്ടായ്മയിൽ ഒരു ടൂർണമെൻറ്റ് ആഴ്ചപ്പന്തയം എന്ന് പറഞ്ഞ സംഗതിക്ക് വിളിച്ചതിന് വളരെ നന്ദി. നമ്മുടെയൊക്കെ ഒരു ഏറ്റവും വലിയ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ എന്താ പറയുക ബന്ധം എന്ന് പറയുന്നത് പ്രാവിലാണ്. ഈ പ്രാവുണ്ടെങ്കിലേ നമ്മളെല്ലാവർക്കും ഒരു കണക്ഷനുള്ളൂ. അല്ലെങ്കിൽ നീ ആരോ ഞാനാരോ അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? നമ്മൾ പ്രാവിലാണ് എല്ലാവർക്കും ഒരു ബന്ധം.
അപ്പോൾ ശേഖരേട്ടൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എനിക്കൊന്ന് രണ്ട് തോന്നിയത്, നമ്മളിതെല്ലാം ഒരു എന്താ പറയുക, ഒരു സ്പോർട്സ് സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു കല എന്നുള്ള രൂപത്തിലെടുക്കണം. പണ്ടൊക്കെ പ്രാവളത്തൻ, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ പ്രാവളത്തൻ ആൾക്കാർക്ക്, വയസ്സായ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ പറയും അത് മോശമാണ്, വളരെ മോശമായിട്ടാണ് സംസാരിക്കുക, അതിനൊക്കെ ആവശ്യമുണ്ടോ, അതൊക്കെ ഒരു ചോദ്യമാണ്. ഇപ്പോൾ നമുക്കൊക്കെ കുറേ മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പാടുകയാണെങ്കിലും ആടുകയാണെങ്കിലും ഡാൻസ് ചെയ്യാനൊക്കെ സ്റ്റേജുകൾ നിറയുണ്ട്. എല്ലാവർക്കും സ്റ്റേജ് ഉണ്ട്. അതിന് കുറേ ആൾക്കാരെ കൊണ്ടു നടക്കാനുമുണ്ട്. എന്നപോലെ നമ്മുടെ വീട്ടുകാരെ നമ്മൾ ഏറ്റവും നല്ല ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഗതിക്ക് അവരും നമ്മളതൊരു കലയാണ്, നമ്മുടെ ഒരു സ്പോർട്സാണെന്ന് നമ്മൾ പറഞ്ഞാൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. പക്ഷേ ആദ്യം നമ്മൾ വീട്ടുകാരെ കറക്റ്റ് ചെയ്യണം. അപ്പോൾ വീട്ടുകാരെ കറക്റ്റ് ചെയ്യുക പറഞ്ഞാൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ കൃത്യമായി പഠിക്കുക, ജോലിയാണെങ്കിൽ കൃത്യമായി ജോലി ചെയ്യുക. അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ അത് കൊണ്ടുപോവുകയാണെങ്കിൽ വീട്ടിൽ നിന്നും ഈ ഒരു ഇത് കിട്ടും. അവരോടൊരു കൂട്ടായ്മ ഉണ്ടെങ്കിലേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. എൻ്റെ അനുഭവമാണ് കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം വീട്ടിൽ നമ്മൾ കറക്റ്റാകുക. അതേപോലെ ശേഖരേട്ടൻ പറഞ്ഞ പോലെ ഈ പ്രാവ് വളർത്തിയത് കൊണ്ട് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും വരില്ല. അതിലും ഒരു അനുഭവമാണ്. കാരണം നമ്മളൊക്കെ അല്ലെങ്കിൽ ലഹരിയിലോ മറ്റുള്ള എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ പോയി മാറ്റിയിട്ടുണ്ടാവും. പ്രാവാകുമ്പോൾ കൃത്യമായിട്ട് വൈകുന്നേരം തീറ്റയ്ക്ക് വിടണം എന്നുള്ള പേരിൽ എല്ലാവരും വീടെത്തും, കൃത്യമായിട്ട് അതിൻ്റെ ബാക്കിയുള്ള കാര്യം. പിന്നെ കുറേ ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ വാക്ക് സംസാരിക്കാനായിട്ട് നമ്മുടെ നൗഷാദ് ഖാനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, എല്ലാ മെമ്പർമാർക്കും, പിന്നെ ശേഖരേട്ടനക്കും ഇബ്രാഹിക്കാക്കും എല്ലാ കമ്മിറ്റിയിലെ എല്ലാവർക്കും നമസ്കാരം. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. നമ്മളുടെ ഈ ആഴ്ചപ്പന്ത്യം ഇത്ര വിജയകരമായിട്ട് ഈ 10 ആഴ്ചയും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വിജയകരമായി സമാപിച്ചതിൽ വളരെയധികം സന്തോഷം. ഇനിയും വരും വർഷങ്ങളിലും ഇതേപോലെ നന്നായി നടത്താനും നടത്തിക്കൊണ്ട് പോകാനും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അപ്പോൾ സമ്മാനദാനം തുടങ്ങുകയാണ്. ആദ്യം ഈ 23 കൂടുന്ന ഇപ്രാവശ്യം പന്തയം വിട്ടിട്ടുണ്ട്. ആ 23 കൂട്ടിനുള്ള പ്രോത്സാഹന സമ്മാനമാണ് ആദ്യം നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നാമത് സനു കുട്ടു പിരായിരി കൊടുക്കാൻ നൗഷാദ് ഖാനെ ക്ഷണിക്കും. പാർട്ടിസിപ്പൻസ് മാത്രം. HS ബ്രദേഴ്സ് പള്ളിക്കുളം. ഒന്ന് കൈയടിക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മുജീബ് പള്ളിക്കുളം. സദ്ദാം പള്ളിക്കുളം. ഫ്രണ്ട്സ് അയ്യപ്പൻകാവ്. അടുത്ത ഇബ്രാഹിം ബൈങ്കര ഇമ്പായിക്കന്നെ ക്ഷണിക്കുന്നു. ഇസ്മായിൽ മോഴിവിലം. സിദ്ധി പള്ളിക്കുളം. ചെറിയ സാധനങ്ങളാണ്, വലിയ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇസാഖ് പള്ളിക്കുളം. പാണ്ഡൻ ബ്രദേഴ്സ് പള്ളിക്കുളം. പള്ളിക്കുളം. നൗഷാദ് പള്ളിക്കുളം. റിഫു മോഴിവിലം. കൃപ മോഴിവിലം. ഞാൻ തന്നെ കണ്ണൻ കുന്നംകുളങ്ങര. ചെറുതാണ വേണ്ട നോക്കണ്ട, ഇതൊക്കെ വാങ്ങിയിട്ടാണ് വലുത് വാങ്ങേണ്ടത്. ഇതൊക്കെ വാങ്ങി ശീലിച്ചാലേ വലുത് വാങ്ങാൻ പറ്റുള്ളൂ. അടുത്ത ശേഖരേട്ടനെ ക്ഷണിക്കുന്നു. സന്തോഷ് ഏട്ടൻ
അതും സനോണോ? കപ്പൽ സനോ. വിളിക്കുന്ന സമയത്ത് കപ്പൽ സനോ. ഈ വിളിക്കുന്ന സമയത്ത് അതിൻ്റെ ആളില്ലെങ്കിലും ഒന്ന് വന്ന് വാങ്ങി. കാരണം നിങ്ങൾ മുഷിയാൻ പാടില്ല, ഇവരും മുഷിയാൻ പാടില്ല. ഇതൊക്കെ വാങ്ങി ശീലിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ. ഇത് നിങ്ങൾ വേണ്ടാതെ എൻ്റെ അല്ല എന്ന് പറയുമ്പോൾ വലുതുകൾ ചെറുതെന്നാണ് വലുതിലേക്ക് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എപ്പോഴും ഒരു ഇതാണ്. കാരണം ഈ എന്ത് നിസ്സാര കാര്യമാണെങ്കിലും സ്റ്റേജിൽ നിന്ന് വാങ്ങുക, ഇതൊരു സാധനം വാങ്ങുക എന്ന് പറഞ്ഞത് നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല. എത്രയോ പേര് ഇപ്പോൾ നമ്മളിപ്പോൾ ആഴ്ചപ്പന്തി ആയതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്നു. 100-150 ആൾക്കാരോളം മത്സരിക്കുന്നതിൽ ആകെ 10-15 പേർക്ക് ഇല്ലെങ്കിൽ 5 പേർക്ക് പ്രൈസുള്ളൂ. അത് വാങ്ങാൻ മടിച്ചു കഴിഞ്ഞാൽ പിറ്റത്തെ പോലെ നിങ്ങൾക്ക് പ്രൈസ് കിട്ടില്ല. അങ്ങനെ തന്നെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് വാങ്ങാൻ ഒരു എന്താ പറയുക ഉന്മേഷത്തോടെ സന്തോഷത്തോടെ തന്നെ വരണം. ശേഖരൻ കള്ളിക്കാട്, സുജിൽ കൊടുന്തിരപ്പള്ളി, പ്രവീൺ, വിനീഷ് മോഴിവിലം, ഹരിപ്രസാദ് 23 കൂടി. ഹരിപ്രസാദ്, രാഹുൽ മോനു കള്ളിക്കാട്, ഷഹീം, വിഷ്ണു ശേഖരൻ കൊടുന്തിരപ്പള്ളി. കള്ളിക്കാട് ആഴ്ച പന്തയങ്ങളിലെ ഓരോ ആഴ്ചയും ഫസ്റ്റും സെക്കൻഡും തേർഡും. ആദ്യ വാരത്തെ ഫസ്റ്റ് പ്രൈസ് സനു കുട്ടു. ടൈം വന്നിട്ട് 7:28, 12 മണിക്കൂറും 28 മിനിറ്റും. ആദ്യ വാരത്തിൽ തന്നെ രണ്ടാമത്തെ സെക്കൻഡ് പ്രൈസ് നൗഷാദ് പള്ളിക്കുളം 11 മണിക്കൂറും 58 മിനിറ്റും 6:58. രണ്ടാമത്തെ വാരം സെക്കൻഡ് പ്രൈസ് ഇസ്മായിൽ പള്ളിക്കുളം 7:14, 12 മണിക്കൂറും 14 മിനിറ്റും. രണ്ടാമത്തെ വാരത്തില് ഫസ്റ്റ് പ്രൈസ് സനു കുട്ടു 7:33, 12 മണിക്കൂറും 33 മിനിറ്റും. മൂന്നാമത്തെ വാരം സെക്കൻഡ് പ്രൈസ് കൊടുക്കാനായി ഷെയറായിട്ട് ക്ഷണിക്കണോ? മൂന്നാമത്തെ വാരം സെക്കൻഡ് പ്രൈസ് സനു കുട്ടു 7:35, 12 മണിക്കൂറും 35 മിനിറ്റും. മൂന്നാമത്തെ വാരം ആദ്യ പ്രൈസ് കൃപ മോഴിവിലം 7:42, 12 മണിക്കൂറും 42 മിനിറ്റും. നാലാമത്തെ ആഴ്ചയിൽ സെക്കൻഡ് പ്രൈസ് ഷിജിൽ കൊടുന്തിരപ്പള്ളി 7:35, 12 മണിക്കൂറും 35 മിനിറ്റും. നാലാമത്തെ ആഴ്ച ഫസ്റ്റ് പ്രൈസ് സിദ്ദിഖ് പള്ളിക്കുളം 12 മണിക്കൂറും 53 മിനിറ്റും 7:53.
ഒരു കാര്യം പറയാനാണ്. നമ്മുടെ പാലക്കാടത്തെ പ്രാവുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ ഈ ആഴ്ചപ്പന്തിയെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ മാത്രമേ നടക്കുന്നുള്ളൂ. എല്ലാ ഏരിയയിലും ഓരോ ഏരിയയിലും ഇപ്പോൾ പൊഴുങ്ങര, പള്ളിക്കുളം, തെരുവ് എന്ന് പറയുന്ന സംഗതി. അപ്പം നമ്മുടെ പ്രാവുകളുടെ മഹിമ അറിയേണ്ടത് ഈ ആഴ്ചപ്പന്ത്യത്തിനാണ്. ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ നിങ്ങളുടെ എന്താ പറയുക ടൂർണമെൻറ്റ് വിടുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ വിടുന്നതാണ്. ഇത് ഒരു കണ്ണല്ല 100 കണ്ണാണ് കാണുന്നത്. കാരണം ഒരാഴ്ചക്ക് ഒരു ദിവസമല്ലല്ലോ 10 ഇപ്പോൾ 23 ആളല്ലേ ഇതിൽ 23 പേരും ഒരു ഭാഗത്ത് നിന്ന് വിടുകയാണ്. 23 ആൾക്കാരും കൂടും. ഇത് പരസ്പരം എല്ലാ പ്രാവുകളും എല്ലാവർക്കും അറിയുകയും ചെയ്യും. അപ്പോൾ ഇത് ഏറ്റവും വലിയ ഇത് മറ്റുള്ള ജില്ലകളിലില്ല. അതുകൊണ്ടാണ് നമ്മുടെ പാലക്കാടിൽ ഇത്രയും പറവ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാവിടെയും വരുന്നത്. മറ്റുള്ളവർക്ക് ഈ സംഭവം എന്താണ് ആഴ്ചപ്പന്തയാണ് അങ്ങനെ എന്തോ സംഭവമാണ്. ഇതാണ് നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടൊന്ന് പറയാൻ വേണ്ടി വന്നതാണ്. 10 ടൂർണമെന്റ് വിടുന്നതും ഒരേ ക്ലൈമറ്റാണ്. അപ്പൊ അവൻ മുട്ടപ്പ അവന് നല്ല ക്ലൈമറ്റ് ആയിരുന്നു, ഇവൻ മുട്ടപ്പ ഭയങ്കര മഴയായിരുന്നു. അതുപോലെ നമ്മൾ ഈ വിടുന്ന 23 പ്രാവിന് ഒരു ക്ലൈമറ്റ്, ആ ഒരു ക്ലൈമറ്റ് വെയിലായാലും മഴയായാലും അതിനെ അതിജീവിച്ചിട്ടാണ് നമ്മുടെ പ്രാവ് പറക്കുന്നത്. തരണം ചെയ്ത് ഓരോ പ്രാവുകൾ പറക്കുന്നുണ്ട്. ടൂർണമെന്റ് എന്ന് പറയുന്നത് മറ്റുള്ള ടൂർണമെന്റിലേക്ക് വരുന്ന ബാലപാഠങ്ങളാണ്. ഇതിന്ന് അതിജീവിച്ച് വരുമ്പോഴാണ് അവർക്ക് ഏതെങ്കിലും 1-2 ടൂർണമെന്റിൽ ചേരണം. 5ാമത്തെ വാരം ഒരു പ്രത്യേകതയുണ്ട്. 3 സെക്കൻഡുകൾ വരുന്നുണ്ട്. ഒരേ സമയത്ത് 3 പ്രാവുകൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 3 പേരും ഒപ്പം ക്ഷണിക്കുകയാണ്. സെക്കൻഡ് പ്രൈസിനുള്ള 3 പേരും ഇസാഖ് പള്ളിക്കുളം, വിഷ്ണു ശേഖരൻ, പിന്നെ ഗൗതം, 3 പേരിനെ ഒപ്പം ക്ഷണിക്കുന്നു. 3 ആൾ ഒരുമിച്ച് വാങ്ങി എല്ലാവർക്കും കൊടുത്ത് ലാസ്റ്റ് ഒരാൾ ശേഖരട്ടം കൊടുത്താൽ മതി. കുറച്ചും കൂടി ഇങ്ങോട്ട് കൊടുത്താൽ 5ാമത്തെ ആഴ്ചയിൽ ഫസ്റ്റ് പ്രൈസ് സിദ്ദിഖ് പള്ളിക്കുളം 12 മണിക്കൂറും 7 മിനിറ്റും. ആറാമത്തെ വാരം സെക്കൻഡ് പ്രൈസ് ഗൗതം 8:20 13 മണിക്കൂറും 20 മിനിറ്റും. പ്രാതിനിധ്യം കൊടുക്കണ്ടേ? ആറാമത്തെ വാരത്തിൽ ഫസ്റ്റ് പ്രൈസ് ശേഖരൻ കള്ളിക്കാട് 8:40 13 മണിക്കൂറും 40 മിനിറ്റും. അതാണ് നീ ഇടയിൽ കൊടുത്ത് എന്നെ ഗൗതം സെക്കൻഡ് ഗൗതം കട്ട് ചെയ്തിടാൻ പറഞ്ഞു. 7ാമത്തെ വാരത്തിൽ സെക്കൻഡ് പ്രൈസ് ഗൗതം 7:02 12 മണിക്കൂറും 2 മിനിറ്റും. സനു കുട്ടു 13 മണിക്കൂറും 7 മിനിറ്റും. സനു കുട്ടു ഫസ്റ്റ്. 8ാമത്തെ ആഴ്ച സെക്കൻഡ് പ്രൈസ് വിനീഷ് മോഴിവിലം 7:38 12 മണിക്കൂറും 38 മിനിറ്റും. 7 കഴിഞ്ഞു 7ാണ് നിങ്ങൾക്ക് കിട്ടി. ഫസ്റ്റ് പ്രൈസ് സദാം പള്ളിക്കുളം 7:45 12 മണിക്കൂറും 45 മിനിറ്റും. അങ്ങോട്ട് നോക്കി ആ ഫോട്ടോ നോക്കി അങ്ങോട്ട് നോക്കി. ഇത് നീ പിടിക്കേ, അത് നീയും പിടിച്ചോ, ഇത് രണ്ടും പിടിക്കും മോനെ. എടുക്കടാ. ഓക്കെ. 9ാമത്തെ ആഴ്ച സെക്കൻഡ് പ്രൈസ് വിനീഷ് മോഴിവിലം 7:04 12 മണിക്കൂറും 4 മിനിറ്റും.
ഒമ്പതാമത്തെ ആഴ്ച ഫസ്റ്റ് പ്രൈസ് ഫ്രണ്ട്സ് അയ്യപ്പൻകാവ് 7:57 12 മണിക്കൂർ 57 മിനിറ്റും. അടിക്കുന്നു. പത്താമത്തെ ആഴ്ച സെക്കൻഡ് പ്രൈസ് ഷിജിൽ കൊടുന്തിരിപ്പള്ളി 7:29 12 മണിക്കൂറും 29 മിനിറ്റും. പത്താമത്തെ ആഴ്ച ഫസ്റ്റ് പ്രൈസ് സദ്ദാം പള്ളിക്കുളം 8:44 13 മണിക്കൂറും 44 മിനിറ്റും. പന്ത്രണ്ട് മണിക്കൂർ പറന്ന പ്രാവുകൾക്ക് സർട്ടിഫിക്കറ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് റെഡ് ബി മെൻസ്വെയർ ആൻഡ് കിഡ്സ്വെയർ. 12 മണിക്കൂറിന് ശേഷം പറന്ന പ്രാവുകൾക്കാണ് ഈ സർട്ടിഫിക്കറ്റ്. ഇന്നിപ്പോ ഡിസ്ട്രിക്ട് പിന്നെ ബിയില് 12:30 5-ാം സ്ഥാനം 4-ാം സ്ഥാനം കിടക്കുന്നത്. കൂടുകൾ പറന്നിട്ടാകാത്ത സംഗതിയാണ്. അപ്പൊ ഇതൊന്നും നിസ്സാരമായിട്ട് കാണരുത്. അതുകൊണ്ടാണ് സ്പോൺസർ ആണെങ്കിലും ഇതുപോലത്തെ സാധനം 4 കൊല്ലം ഇത് 4 കൊല്ലം സംഗതിയില്ല. ലാമിനേഷൻ ഇല്ല. ഒരു പേപ്പറാ തരിക. ഇപ്പൊ ലാമിനേഷൻ 40 ഉറുപ്പ് കൊടുക്കണം. ലാമിനേഷൻ 40 ഉറുപ്പാണ്. അപ്പൊ ഇതൊക്കെ 12 മണിക്കൂർ വരെ നിസ്സാര കാര്യമൊന്നുമല്ല. നിങ്ങൾ നിസ്സാരമായിട്ട് ഇത് തള്ളരുത്. ആ സർട്ടിഫിക്കറ്റ് അല്ലേ എന്ന് പറയുന്നത് അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് ഭയങ്കര ദോഷം ചെയ്യും. ആരാണ് അതിന്റെ ആള്? ആളില്ലേ? സനു കുട്ടു. ഇസ്മായിൽ മോഴിപുലം 7:19 12 മണിക്കൂറും 19 മിനിറ്റും. HS ബ്രദേഴ്സ് മോഴിപുലം 12 മണിക്കൂറും 11 മിനിറ്റും 7:11. ശേഖരൻ കള്ളിക്കാട് 8:40 13 മണിക്കൂറും 40 മിനിറ്റും. പ്രഭാത്തിരുന്നല്ലേ, ഇതിലാണ് പേര് കറക്റ്റായിട്ടുള്ളത്. അതിലേക്ക് മോഴിപുലം. അടുത്ത് കൃപ തിരുനെല്ലായി 12 മണിക്കൂറും 42 മിനിറ്റും 7:42. ഷിജിൽ കൊടുന്തിരിപ്പള്ളി 7:35 12 മണിക്കൂറും 35 മിനിറ്റും. അടുത്തത് സിദ്ദിഖ് പള്ളിക്കുളം 12 മണിക്കൂറും 53 മിനിറ്റും 7:53. അടുത്ത് ഇസാഖ് പള്ളിക്കുളം 7 മണി 12 മണിക്കൂർ. അടുത്തത് ഗൗതം ആലയ്ക്കപ്പറമ്പ് 13 മണിക്കൂറും 20 മിനിറ്റും 8:20. വിഷ്ണു ശേഖരൻ കൊടുന്തിരപ്പള്ളി 12 മണിക്കൂർ 7 മണി. ബിനീഷ് മോഴിപുലം 7:38 12 മണിക്കൂറും 38 മിനിറ്റും. സദ്ദാം പള്ളിക്കുളം 13 മണിക്കൂറും 44 മിനിറ്റും 8:44. ഫ്രണ്ട്സ് അയ്യപ്പൻകാവ് 12 മണിക്കൂറും 57 മിനിറ്റും 7:57. ഈ വർഷത്തെ ടോപ്പ് ടൈമിൽ സെക്കൻഡ് ടൈമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ ടൈം വന്നിട്ട് 8:44, ഇത് 8:40. അതുകൊണ്ട് ഒരു ട്രോഫി കളർ ഗപ്പി ഫാം
സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അത് വാങ്ങിക്കാനായിട്ട് ശേഖരൻ കള്ളിക്കാട് ക്ഷണിക്കുന്നു. അല്ല രണ്ടുപേരിന് രണ്ടെണ്ണം കൊടുക്കാൻ പറ്റും. അടുത്തതായി ടോപ്പ് ടൈമാണ്. ഈ വർഷത്തെ ടോപ്പ് ടൈം വന്നിട്ട് സദ്ദാം പള്ളിക്കുളം 8:44. ഏത് ലാസ്റ്റ് ഈ വർഷത്തെ ഓവറോൾ ചാമ്പ്യൻ സനു കുട്ടു. 3 ഫസ്റ്റും 1 സെക്കൻഡ്. രണ്ടെണ്ണം കൂടെ ഉണ്ട്. 2 ട്രോഫി കൂടെ ഉണ്ട്. ടോപ്പ് ടൈം ഒരു ചാമ്പ്യനും കൂടി. ഈ വർഷത്തെ സ്പോൺസർ ട്രോഫിയാണ്. ഏറ്റവും കൂടുതൽ സമയം പറഞ്ഞത് സദ്ദാം കുഞ്ഞു പള്ളിക്കുളം. ടോപ്പ് ടൈം 8:44. സ്പോൺസർ വിഷ്ണു അയ്യപ്പൻകാവ്. ഈ വർഷത്തെ ഓവറോൾ ചാമ്പ്യന് സ്പോൺസർ ട്രോഫി വന്നിട്ടുണ്ട് വിഷ്ണു അയ്യപ്പൻകാവ്. ഓവറോൾ ചാമ്പ്യൻ സനു കുട്ടു പിരായിരി ചുങ്കം. അടുത്തതായി നൗഷാദ് പള്ളിക്കുളം. HS ബ്രദേഴ്സ് പള്ളിക്കുളം. അടുത്ത സിദ്ദീഖ് പള്ളിക്കുളം. അടുത്ത് ഗൗതം. വിനീഷ് മോഴിവിലം. അടുത്ത സദ്ദാം പള്ളിക്കുളം. അടുത്ത ഷിജിൽ കൊടുങ്ങരപ്പള്ളി. ഫ്രണ്ട്സ് അയ്യപ്പൻകാവ്. അടുത്ത ഫ്രണ്ട്സ് അയ്യപ്പൻകാവ്. ശേഖരൻ കള്ളിക്കാട്. ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിൽ നിന്നല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇബ്രാഹിം പേഴിങ്കരയ്ക്ക് ഒരു സ്നേഹ സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അത് കൊടുക്കാനായി നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളെയും വിശിഷ്ട അതിഥികളെയും ഒന്ന് ക്ഷണിക്കുന്നു. അത് വാങ്ങിക്കാനായി ഇബ്രാഹിം പേഴിങ്കരയും ക്ഷണിക്കുന്നു. ഒന്ന് ഞാൻ വിളിക്കാം. ആഷിഫിന് ഒരു 2 വാക്ക് പറയാനായി ക്ഷണിക്കുന്നു. പിന്നെ നമുക്ക് ഇപ്രാവശ്യം നമുക്ക് ഒരുപാട് സ്പോൺസറുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ കമ്മിറ്റി കൂടെ അല്ലാണ്ട് പുറത്തുനിന്ന് നമുക്ക് ഒരുപാട് സ്പോൺസറുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരിൻ്റെയൊക്കെ ഒന്ന് പേര് ഞാൻ പറയാം. റെഡ് ബി നമുക്ക് സർട്ടിഫിക്കറ്റ് തന്ന് സ്പോൺസർ ചെയ്തതാണ്. അതേപോലെ തന്നെ നമുക്ക് ഫസ്റ്റും സെക്കൻഡുമായിട്ട് നമുക്ക് ട്രോഫി വന്നിട്ടുള്ളത് HSA ബ്രദേഴ്സ്. അതേപോലെ തന്നെ നമുക്ക് ടോപ്പ് ടൈമായിട്ടും ചാമ്പ്യൻ ആയിട്ടുള്ള ട്രോഫി നമുക്ക് 2 തന്നിട്ടുള്ളത് വിഷ്ണുദാസ് അയ്യപ്പൻകാവ്. ടോപ്പ് ടൈം സെക്കൻഡ് സ്പോൺസർ തന്നിരിക്കുന്നത് കളേഴ്സ് ഗപ്പി. ഫസ്റ്റും സെക്കൻഡുമായിട്ടുള്ളതിന് നമുക്ക് മെഡലുകൾ തന്നിട്ടുള്ളത് റോയൽ മൊബൈൽസ്. അപ്പോൾ നമുക്ക് ഈ വേദി ഒരുക്കി തന്ന നമ്മുടെ ഈ പന്തയം പിരിച്ചുവിടാനായിട്ട് ഈ വേദി ഇങ്ങനെ ഒരു സ്ഥലം
ഏർപ്പാടാക്കി തന്ന നമ്മുടെ കൃപക്ക് വലിയൊരു കയ്യടി കൊടുക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ വിളിച്ചിട്ട് ഇവിടെ എത്തിപ്പെട്ട ഒട്ടനവധി ചെറുപ്പക്കാരുണ്ട്, സുഹൃത്തുക്കളുമുണ്ട്, വിശിഷ്ട അതിഥികളുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു കയ്യടി കൊടുക്കുക. അപ്പോൾ കമ്മിറ്റിൻ്റെ വക നമ്മൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.